ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യനിൽ വരും കേട്ടോ. ഫസ്റ്റ് പാർട്ടിൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി? ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചത്. അത് ജൂളാണ് അല്ലേ. അത് നമ്മൾ ജെ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുക കേട്ടോ, ജെ. അപ്പം വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി? ജൂളാണ് കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇഫ് 21 calories ഓഫ് ഹീറ്റ് എനർജി ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ടു ഡു വർക്ക്, ഹൗ മച്ച് വർക്ക് വിൽ ബി ഡൺ? അതായത് 21 കലോറി താപോർജ്ജം പൂർണ്ണമായും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിച്ചാൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ജൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.2 കലോറീസാണ്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പം നമ്മൾ 21 ഡിവൈഡഡ് ബൈ 4.2, അത് നമുക്ക് 5 ജൂൾ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളോട് പ്രവൃത്തി എത്ര ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഒരു ജൂൾ എത്രയാണെന്ന് കാണണം. 4.2 കലോറീസാണ് അല്ലേ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിച്ച് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ എളുപ്പമായിരിക്കും, ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലേ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തൊരു ചോദ്യം നോക്കാം. ദ മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് 120 കിലോഗ്രാം. കാൽക്കുലേറ്റ് ഇറ്റ്സ് വെയ്റ്റ് ഓൺ എർത്ത്. അതായത് 120 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്കറിയാം ഭൂമിയിലെ ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് അല്ലേ. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 120 കിലോഗ്രാം ഇൻറ്റു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് തരും, അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് തരും, എന്നിട്ട് അതിലെ ഭൂമിയിലെ ഭാരം കണക്കാക്കാൻ പറയും. അതുപോലെ ഈ സെയിം വസ്തുവിൻ്റെ ചന്ദ്രനിലെ ഭാരം കണക്കാക്കാനും നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ഭൂമിയിലെ ഭാരം കണക്കാക്കണം എന്നുണ്ടെങ്കിൽ തന്ന വസ്തുവിൻ്റെ ഭാരം ഇൻറ്റു 9.8 ഇട്ട് ഇൻറ്റു ചെയ്താൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഇനിയിപ്പോൾ അത് മൂണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൂണിലെ ഗ്രാവിറ്റി എത്രയാണ്? 1.62 ആണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വെൻ ഇറ്റ്സ് ഓൺ ദി മൂൺ 120 ഇൻറ്റു 1.62 ദാറ്റ് ഈസ് 194.4 അല്ലേ. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ ഇടണേ ഇവിടെ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, എന്ന് വരാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ യൂണിറ്റ് ഇവിടെ യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഒരു വസ്തു തരും, അതിൽ ഭൂമിയിലെ ഭാരവും ചന്ദ്രനിലെ ഭാരവും കണക്കാക്കാൻ വേണ്ടി പറയും. ഭൂമിയിലാകുമ്പോൾ നമ്മൾ 9.8 ഇട്ടിട്ട് ഇൻറ്റു ചെയ്യണം, ചന്ദ്രനിലാകുമ്പോൾ 1.62 ഇട്ടിട്ട് ഇൻറ്റു ചെയ്യണം. അതാണ് അതിൻ്റെ ഗ്രാവിറ്റി കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മളോട് മാസ് കണക്കാക്കാൻ പറയും കേട്ടോ. അതായത് ഇപ്പോൾ ഭൂമിയിൽ 120 ഇതിൻ്റെ മാസ് എന്നുണ്ടെങ്കിൽ ചന്ദ്രനിൽ എത്ര ആയിരിക്കും എന്ന് ചോദിക്കും. അപ്പം മാസ് സെയിം ആയിരിക്കും. ഭൂമിയിൽ എത്രയാണോ മാസ് ഉള്ളത് അത് തന്നെ ആയിരിക്കും ചന്ദ്രനിലും കേട്ടോ. നോക്കാം, ഇതാ ഇപ്പം മാസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഭൂമിയിൽ 120 ആണെങ്കിൽ ചന്ദ്രനിലും 120 തന്നെ ആയിരിക്കും കേട്ടോ. ഭാരം 120 ആണെങ്കിൽ ചന്ദ്രനിലാകുമ്പോൾ നമ്മൾ 120.1.62 അല്ലേ. ഭൂമിയിലാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ 120 ഇൻറ്റു 9.8. അപ്പോൾ മാസ് ഭൂമിയിലും ചന്ദ്രനിലും ഒരുപോലെ ആയിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ സിമ്പിളല്ലേ, ഇതൊക്കെ സിമ്പിളായിട്ട് മാർക്ക് നേടാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 10 കിലോഗ്രാം മാസുള്ള വസ്തു 10 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴുള്ള സ്ഥിതികോർജ്ജം എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സ്ഥിതികോർജ്ജം കാണാനുള്ളൊരു കണക്ക് നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ 10 കിലോഗ്രാം ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ? ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം
പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. E p=mgh. നമ്മൾ മാസ് എത്രയാണ്? 10 നമുക്കറിയാം. ഗ്രാവിറ്റി 9.8 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ ഹൈറ്റ് എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്? 10 മീറ്റർ ഉയരത്തിലാണ് അല്ലേ. അപ്പം 10 കിലോഗ്രാം മാസുള്ള വസ്തു, 10 കിലോഗ്രാം മാസുള്ള വസ്തു 10 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു. നമ്മളെ ഗ്രാവിറ്റി 9.8 ആണ്. അപ്പോൾ അത് എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടെ നമുക്കൊന്ന് ഗുണിച്ചു കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 10 × 9.8 × 10 മനസ്സിലായല്ലോ. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 980 ജൂൾ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് ടഫായിരിക്കുമെന്ന്. പക്ഷേ എളുപ്പമാണല്ലേ, ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്താൽ ആൻസർ കിട്ടി അല്ലേ. പൊട്ടൻഷ്യൽ എനർജി കാണാൻ E p=mgh. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ എന്തായാലും വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചതെല്ലാം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നിങ്ങൾ അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. വലിയ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഇല്ല, എല്ലാം സിമ്പിളാണ് അല്ലേ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 ohm 4 ohm പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിൽ ഒരു സ്വിച്ചും 3 വോൾട്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. 2 resistors of 2 ohm and 4 ohm are connected in series with a switch and a 3 volt battery. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. നമ്മളോട് ഒരു സർക്യൂട്ടിലെ കറണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കണ്ടോ, ഈ കറണ്ട് കണക്കാക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. നമുക്ക് ഇതും വളരെ സിമ്പിളാണ്. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അപ്പോൾ എങ്ങനെ കറണ്ട് കണ്ടെത്താൻ നോക്കാം. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ നമുക്ക്. I=V/R, അതാണ് കറണ്ട് കണ്ടെത്താനുള്ള ഇക്വേഷൻ. I=V/R. നമുക്ക് V തന്നിട്ടുണ്ട്, എത്രയാണ്? 3 ആണല്ലേ. 3 വോൾട്ട് ബാറ്ററിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ V കിട്ടി. പിന്നെ R എന്താ? R തന്നിട്ടുണ്ട്, എത്രയാണ്? R തന്നിട്ടുണ്ട് അല്ലേ, റെസിസ്റ്റൻസ്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലൊന്ന് അപ്ലൈ ചെയ്യുക അല്ലേ. V/R, അതായത് 3/6. അപ്പം നമുക്ക് 0.5 A എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഇതും വളരെ സിമ്പിളാണ് അല്ലേ. ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് എഴുതുമ്പോഴേക്ക് നമുക്ക് ആൻസർ കിട്ടി. സിമ്പിളല്ലേ, എളുപ്പമല്ലേ, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ലേ? നോക്കുക, കറണ്ട് കണക്കാക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തരും. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചെടുത്താൽ മതി. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കുക. ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, വോൾട്ട് തരും, റെസിസ്റ്റൻസ് തരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മളോട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് സഫല പ്രതിരോധം. അത് നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള 2 റെസിസ്റ്റൻസ് കൂട്ടിയാൽ മതി അല്ലേ. R=R1 + R2. അത് നമുക്ക് തന്നിട്ടുണ്ട്. 2 ohm 4 ohm എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് 2 കൂട്ടിയാൽ 6 അല്ലേ. 6 ohm. അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അത് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇത് ശ്രദ്ധിക്കാം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് കേട്ടോ. എന്തുമൂലം? കമ്പനം മൂലം, അതായത് വൈബ്രേഷൻ മൂലം. ഇത് ഓർത്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് എക്സാം ഹോളിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധ പോയിട്ടുണ്ടെങ്കിൽ ഈ മാർക്ക് പോയി അല്ലേ. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെക്കുക. വൈബ്രേഷൻ മൂലമാണ് സൗണ്ട് ഉണ്ടാകുന്നത്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഓക്കെ, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ശബ്ദം സാധ്യമാകുന്നത് എങ്ങനെയാണ്, ശബ്ദമല്ല, കേൾവി സാധ്യമാകുന്നത് എങ്ങനെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. ഇത് നമുക്കിങ്ങനെ ഈ പിക്ചർ തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും കേട്ടോ. അപ്പം ചെവിയുടെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ആകെ 3 സംഭവം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എങ്ങനെയാണ് സൗണ്ട് നമുക്ക് കേൾക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു
എക്സ്പ്ലനേഷൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഇതവിടെ ഭാഗങ്ങളൊക്കെ കണ്ടല്ലോ. ചെവിക്കുട, കർണനാളം, കർണപുടം. അപ്പം ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഹൗ ഷുഡ് വി അപ്രോച്ച് പീപ്പിൾ വിത്ത് ഹിയറിംഗ് ലോസ്? കേൾവിശക്തി കുറഞ്ഞവരോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അതിൻ്റെ ആൻസർ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് തന്നിട്ടുണ്ട്. കേൾവിശക്തി കുറഞ്ഞവരോട് സ്വീകരിക്കേണ്ട സമീപനം എങ്ങനെയാണ്? സഹഭാവത്തോടെ പെരുമാറണം. എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിത്തവും പരിഗണനയും നൽകണം. കേട്ടല്ലോ, അത് സിമ്പിളായിട്ടുള്ള കാര്യമില്ല. ഇത് രണ്ടും നമുക്ക് ഓർത്ത് വെച്ചുകൂടെ? ഇത് കോമൺ സെൻസ് ആണല്ലേ? ഓക്കെ, വാട്ട് ഷുഡ് ബി ദ അപ്രോച്ച് ടു ദ ഹിയറിംഗ് ഇംപെയർഡ്? അപ്പോൾ എന്താണ്? ബി എംപത്തറ്റിക്, ഗീവ് കൺസിഡറേഷൻ ആൻഡ് ഇൻക്ലൂഡ് ദം ഇൻ ഓൾ ആക്ടിവിറ്റീസ് അല്ലേ? അതൊക്കെ നമുക്ക് ഇത് പഠിച്ചിട്ടില്ലെങ്കിലും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ഇതൊക്കെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ എനി safety 2 or 3 safety precautions to be used while handling cells or batteries. അതായത് സെല്ലുകൾ അഥവാ ബാറ്ററികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മാർഗങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഓരോന്നും നോക്കാം. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ ചാലകം വഴി നേരിട്ട് ബന്ധിപ്പിക്കരുത്. സെൽ അഥവാ ബാറ്ററി വായിൽ ഇടുകയോ ചവയ്ക്കുകയോ ചെയ്യരുത്. ഉപയോഗത്തിലുള്ള ബാറ്ററി കൂടുതൽ ചൂടാകുന്ന സന്ദർഭം ഉണ്ടായാൽ ഉപയോഗം ഒഴിവാക്കണം. വെള്ളം, തീ എന്നിവ ബാറ്ററിയുമായി സമ്പർക്കത്തിൽ വരാനുള്ള സാഹചര്യം ഒഴിവാക്കണം. വിവിധ തരം ബാറ്ററികളിലുള്ള നിക്കൽ, കാഡ്മിയം, ലെഡ് തുടങ്ങിയ ലോഹങ്ങൾ ഹാനികരമായതിനാൽ ഇവ ശ്രദ്ധാപൂർവം നിർമ്മാർജ്ജനം ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആൻസർ നോക്കാം. എന്താണ്? ഡു നോട്ട് കണക്ട് ദ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി ഡയറക്ട്ലി യൂസിങ് എ കണ്ടക്ടർ. ഡു നോട്ട് പുട്ട് സെൽ ഓർ ബാറ്ററി ഇൻ ദ മൗത്ത് ഓർ chew it. Do not use the battery if it is overheated. Avoid situations where the battery comes in contact with water or fire. Metals such as nickel, cadmium and lead in various types of batteries are harmful and should be disposed carefully. ഓക്കെ, ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശബ്ദ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റൊക്കെ എഴുതി വയ്ക്കാവുന്നതാണ് കേട്ടോ. വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കരുത്. ഖനികളിലും നിർമ്മാണ മേഖലയിലും മറ്റും ജോലി ചെയ്യുന്നവർ ചെവിയുടെ സംരക്ഷണത്തിനായിട്ട് ഇയർ മാസ്ക് ഉപയോഗിക്കണം. അതുപോലെ തന്നെ പവർ കൂടിയ യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ ഇവ പ്രവർത്തിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കർണ സംരക്ഷണത്തിനായിട്ട് ഇയർ പ്ലഗ് പോലുള്ള ഉപാധികൾ ഉപയോഗിക്കാം. ഓക്കെ, വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുക. ശബ്ദ മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക. രാവിലെ 6 മണിക്ക് മുൻപും രാത്രി 10 മണിക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, കോടതികൾ തുടങ്ങിയവയുടെ പരിസരത്ത് ഉച്ചത്തിലുള്ള ശബ്ദം ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ശബ്ദ മലിനീകരണത്തിനെതിരെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണേ, ഓർമ്മ ഉണ്ടാവണം ഇതെല്ലാ കാര്യങ്ങളും. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. നോയ്സ് പൊല്യൂഷൻ ക്യാൻ ബി റിഡ്യൂസ്ഡ്. Those who work in the construction sector, mines, etc. should use the ear muffs. ഞാൻ മലയാളത്തിൽ മാസ്ക് എന്നാണ് കേട്ടോ പറഞ്ഞത്, അതൊന്ന് തിരുത്തി വായിക്കണം. ഇയർ മഫ്സ് ആണ് കേട്ടോ. ഇയർ മഫ്സ് ടു പ്രൊട്ടക്ട് their ears. Use hearing protection devices such as ear plugs in areas where high powered machinery and equipment are operated. ഇതിൻ്റെയൊക്കെ മലയാളം ഞാൻ ആദ്യം വായിച്ചതുകൊണ്ടാണ് ഇനിയും ഞാൻ മലയാളം റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, ഡോണ്ട് യൂസ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾസ്. എൻഷുർ ദാറ്റ് സൈലൻസേഴ്സ് ഇൻ വെഹിക്കിൾ ആർ വർക്കിംഗ് എഫിഷ്യൻ്റ്ലി. യൂസ് ബോക്സ് ടൈപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ്. പ്ലാന്റ് മോർ ട്രീസ് ടു റെഡ്യൂസ് നോയ്സ് പൊല്യൂഷൻ. ഡോണ്ട് യൂസ് ലൗഡ് സ്പീക്കേഴ്സ് ഇൻ പബ്ലിക് പ്ലേസസ് ബിഫോർ 6 AM and after 10 PM. അവോയ്ഡ് loud noise near hospitals, schools, courts, etc. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടാവണം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ പോയിന്റ്സ് ഉണ്ടാവണം. ചിലപ്പോൾ ഒരു 5 പോയിന്റോ അല്ലെങ്കിൽ 3 പോയിന്റോ ഒക്കെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പം നമ്മളിതെല്ലാം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലസ് ആണ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും പോയിന്റ് വിട്ടു പോയിട്ടുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ മേക്കപ്പ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഈ ക്ലാസ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അതുപോലെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുക, നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന്, സൗണ്ടിൻ്റെ ചാപ്റ്ററിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വോൾട്ട് മീറ്റർ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചിട്ട് അത് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അടുത്തത് ആ വീഡിയോയിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അമ്മീറ്ററിനെ എങ്ങനെയാണ് കാണുക, അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെത്, ഓരോ സയൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടല്ലോ, ഓരോന്നിൻ്റെ ചിഹ്നങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.